ഹലോ മൈ ചങ്സ് ഹവ് യു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SRT ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്കറിയാം ലാസ്റ്റ് LDC പരീക്ഷയ്ക്ക് ചോദ്യം വന്നിരിക്കുന്നതാണ് ക്രമഭംഗം ഊനഭംഗം തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു കൊച്ചു ടോപ്പിക്കാണ് ക്രമഭംഗം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടിയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സെൽ സൈക്കിൾ എന്ന് പറയുന്ന സംഭവം എന്താണ്. അപ്പോൾ സെൽ സൈക്കിൾ ആ പേര് പറയുന്നത് പോലെ അതൊരു ചക്രമാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതിന് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങൾ ഉണ്ട്. ഒരു സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫേസ് ഇന്റർഫേസ് ആണ്. എന്താണ്? തയ്യാറെടുപ്പ് ഘട്ടം. നമ്മൾ തയ്യാറെടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വിഭജന ഘട്ടം ആണ്. അപ്പോൾ ഫസ്റ്റ് ഫേസ് ഇന്റർഫേസ്, സെക്കൻഡ് ഫേസ് വിഭജന ഘട്ടം ആണ്. ഈ വിഭജന ഘട്ടത്തിനകത്ത് ന്യൂക്ലിയസിന്റെ വിഭജനവും കോശദ്രവ്യത്തിന്റെ വിഭജനവും നടക്കുന്നുണ്ട്. അപ്പൊ ഈ വിഭജന ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ന്യൂക്ലിയസും അതുപോലെ തന്നെ സൈറ്റോപ്ലാസവും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിവിഷൻ നടക്കുന്നതാണ് ആക്ച്വലി എവിടെ? വിഭജന ഘട്ടത്തിൽ. അത് മനസ്സിലായല്ലോ. ഇനി ബാലൻസ് എല്ലാം, അതായത് ഫസ്റ്റ് ഫേസിലാണ് ജനിതക വസ്തു ഇരട്ടിക്കുന്നു. അതായത് നമ്മൾക്ക് ഇന്റർഫേസിലാണ് ജനിതക വസ്തു ഇരട്ടിക്കുന്നത്, കോശത്തിന്റെ വലിപ്പം കൂടുന്നത്, കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു, കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പം ജനിതക വസ്തുവൊക്കെ ഇരട്ടിക്കുന്നതായാലും കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായാലും കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നതായാലും കോശ വലിപ്പം കൂടുന്നതായാലും എല്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തയ്യാറെടുപ്പ് ഘട്ടം. അപ്പം ഈ തയ്യാറെടുത്ത് ഇതെല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവൽ ആയതിനു ശേഷം അല്ലെങ്കിൽ മെച്ചുർ ആയതിനു ശേഷം ഇതെന്ത് ചെയ്യുന്നുണ്ട്? വിഭജിക്കാൻ തുടങ്ങുന്നു. അപ്പം മെച്ചുർ ആവുന്ന ഘട്ടമാണ് ആക്ച്വലി എന്ത്? ഇന്റർഫേസ്. കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു, കോശത്തിന്റെ വലുപ്പം കൂടുന്നു, ജനിതക വസ്തു ഇരട്ടിക്കുന്നു. ദെൻ വിഭജന ഘട്ടം എന്ന് പറഞ്ഞത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ്, അതുപോലെ തന്നെ കോശദ്രവ്യത്തിന്റെ വിഭജനവും. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഈ ഒരു പാറ്റേൺസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സെൽ സൈക്കിൾ അല്ലെങ്കിൽ നമ്മൾക്ക് വളർച്ച ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ കോശമായി മാറുന്നു. അതായത് അത് മെച്ചുർ ആവുന്നത് ഏത് ഫേസിലാണ്? ഇന്റർഫേസ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ജനിതക വസ്തു ഇരട്ടിക്കുന്നു, കോശത്തിന്റെ വലിപ്പം കൂടുന്നു, കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൂർണ്ണ വളർച്ചയെത്തിയ കോശം വിഭജന ഘട്ടത്തിലൂടെ എന്തായിട്ട് മാറുന്നു? പുതിയ കോശങ്ങളായിട്ട് അല്ലെങ്കിൽ പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നുണ്ട്. എന്തായിട്ട്? പുത്രികാ കോശങ്ങളായിട്ടുണ്ട്. അപ്പൊ രണ്ട് ഘട്ടം നമ്മൾ പറഞ്ഞു. ഇന്റർഫേസ് എന്നുള്ളത് ഫസ്റ്റ് ഫേസ് ആണ്. അതിനകത്താണ് തയ്യാറെടുപ്പ് ഘട്ടം, അതായത് എല്ലാം മെച്ചുർ ആവുന്നു. രണ്ടാമത്തേതാണ് വിഭജന ഘട്ടം. അവിടെ എന്തൊക്കെ വിഭജിക്കുന്നുണ്ട്? ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും വിഭജിക്കുന്നുണ്ട്. അപ്പൊ ഇന്റർഫേസും വിഭജന ഘട്ടവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോശത്തിന്റെയൊക്കെ വലിപ്പം അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചുർ ആവുന്നു, ജനിതക വസ്തുക്കൾ ഇരട്ടിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് ഏതെന്ന് പറഞ്ഞത്? നമ്മളുടെ ഇന്റർഫേസ്. ഇനി ന്യൂക്ലിയസിനെയും സൈറ്റോപ്ലാസത്തിനെയും വിഭജിക്കുന്നതാണ് വിഭജന ഘട്ടം. ഇവ ഇങ്ങനെ ചാക്രികമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിക്കപ്പെടുന്നതിനാൽ രണ്ടും കൂടി ഉൾപ്പെടുത്തി കോശചക്രം എന്ന് പറയുന്നുണ്ട്. ഇനി കോശ വിഭജനവും കോശ വളർച്ചയും ആണ് ശരീര വളർച്ച സാധ്യമാകുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ വേണം? അതായത് വിഭജനവും വേണം, അതുപോലെ തന്നെ മെച്ചുർ ആവുകയും വേണം. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കേസസിലാണ് എന്ത് വരുന്നത്? ആക്ച്വലി നമ്മൾക്ക് ശരീരത്തിന് വളർച്ച സാധ്യമാകുന്നത്. അത് ചെടികളായാലും ജന്തുക്കളായാലും എല്ലാത്തിനും ഇങ്ങനെ കോശ വിഭജനവും കോശ വളർച്ചയും മൂലമാണ് ശരീര വളർച്ച സാധ്യമാക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ബേസിക് കോൺസെപ്റ്റ് ആയിട്ടുള്ള മൈറ്റോസിസ് അഥവാ ക്രമഭംഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഈ ക്രമഭംഗം എന്ന് പറയുന്നത് ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ് ക്രമഭംഗം. ഇവിടെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് ശരീര വളർച്ച. അപ്പൊ അതിനെ സഹായിക്കുന്ന സെൽ ഡിവിഷന്റെ ഒരു രീതിയാണ് ക്രമഭംഗം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് സെൽസ് ഡിവൈഡ് ചെയ്യുന്നത് എന്നിട്ടുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മാതൃകോശം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മെച്ചുർ ആയിട്ടുള്ള കോശം ഉണ്ടായിരിക്കും. അത് എന്തായിട്ട് മാറുന്നു? രണ്ട് പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നു. എന്താണ്? ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു കോശം വിഭജിച്ചിട്ട് രണ്ട് മെച്ചുവേർഡ് ആയിട്ടുള്ള പുതിയ കോശങ്ങൾ രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് മൈറ്റോസിസ്. അതായത് ഒരു മാതൃകോശം വിഭജിച്ചിട്ട് രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് മൈറ്റോസിസ് അഥവാ ക്രമഭംഗം എന്നാണ്. അപ്പം ശരീര വളർച്ചയെ സഹായിക്കുന്നു നമ്മൾ ഓർത്തു വെച്ചേക്കണം. മാതൃകോശം വിഭജിച്ചതിനുള്ള കാര്യവും ഓർത്തു വെക്കണം. ക്ലിയർ? ഇനി ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ്.
ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ആരുടെ വിഭജനമാണ്? ന്യൂക്ലിയസ്. അപ്പം നമ്മൾ ആദ്യം വിഭജനഘട്ടം പഠിച്ചപ്പോൾ ന്യൂക്ലിയസും സൈറ്റോപ്ലാസത്തിന്റെയും കാര്യം കോശദ്രവ്യത്തിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ആദ്യ ഫേസ് ആണ് ന്യൂക്ലിയസിന്റെ വിഭജനം ആണ്. ഈ ഘട്ടം ആണ് കാരിയോകൈനസിസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? കാരിയോകൈനസിസ് എന്നറിയപ്പെടുന്നത്. ഈ ഘട്ടം കാരിയോകൈനസിസ്. ഇനി കാരിയോകൈനസിസ് എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും എത്ര ഫേസസിലാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഫേസസിലാണ്. അപ്പൊ കാരിയോകൈനസിസ് എന്ന് പറയുന്നത് എത്ര ഫേസ് ആയിട്ടാണ് വരുന്നത്? 4 ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തിയാക്കുന്നത്. കാരിയോകൈനസിസ് എന്ന് പറഞ്ഞത് എത്ര ഘട്ടങ്ങളിലൂടെ ആണ് പൂർത്തിയാക്കുന്നത്? 4 ഘട്ടങ്ങളിലൂടെയാണ് പൂർത്തിയാക്കുന്നത്. ഇനി നമ്മൾക്ക് നോക്കാം. ഈ പ്രൊഫേസ് എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ 4 ഫേസസ് നമ്മൾ പറഞ്ഞു. അതായത് ന്യൂക്ലിയസ്, ഒരു ന്യൂക്ലിയസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിൽ നിന്ന് വീണ്ടും എഗെയിൻ 2 പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാവുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 4 ഫേസസ് എന്ന് പഠിച്ചു. അതിന്റെ ഫസ്റ്റ് ഫേസ് ആണ് പ്രൊഫേസ്. ഫസ്റ്റ് ഫേസ് പ്രൊഫേസ് ആണ്. രണ്ടാമത്തെ ഫേസ് ആണ് ഏത്? മെറ്റാഫേസ് എന്ന് പറഞ്ഞത്. എന്താണ്? മെറ്റാഫേസ്. മൂന്നാമത്തേതാണ് അനാഫേസ് എന്ന് പറഞ്ഞത്. നാലാമത്തേതാണ് ടിലോഫേസ് എന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ്? മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടിലോഫേസ്. അപ്പൊ നമ്മൾക്ക് അവസാനത്തെ സ്ട്രക്ചർ അല്ലെങ്കിൽ 4ാമത്തെ ഘട്ടമാണ് പുത്രിക ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത്. അപ്പൊ അവസാനം എന്തുവാ ഇവിടുത്തെ ക്വസ്റ്റ്യൻ? എന്തുവാ? നമുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൽ നിന്ന് 2 പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാവുന്ന പ്രോസസ്സാണ് കാരിയോകൈനസിസ്. എന്താണ്? ഒരു ന്യൂക്ലിയസിൽ നിന്ന് 2 പുത്രിക ന്യൂക്ലിയസുകൾ. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കണം? പുത്രിക ന്യൂക്ലിയസ്. അപ്പൊ പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാവുന്ന ആ ഫേസ് എന്തുവാണ്? ടിലോഫേസ്. ടിലോഫേസ്. പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാവുന്ന ഫേസ് ആണ് ടിലോഫേസ്. ഇനി അതിന് തൊട്ട് ബാക്കിലുള്ളതാണ് ഈ ന്യൂക്ലിയസ് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിട്ട് മാറുന്നുണ്ട്? ക്രോമസോം. അപ്പൊ പുത്രിക ക്രോമസോമുകൾ ഉണ്ടാവുന്ന ഫേസ് ഏതാണ്? അനാഫേസ് ആണ്. പുത്രിക ക്രോമസോമുകൾ ഉണ്ടാവുന്ന ഫേസ് അനാഫേസ്. അപ്പൊ പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാവുന്നത് ടിലോഫേസ്. ആ പേര് കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ടിലോഫേസ്. അനാഫേസ് ആണെങ്കിൽ എന്ത് പറയണം? പുത്രിക ക്രോമസോമുകളുടെ കാര്യം നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. അപ്പം അനാഫേസിനകത്താണെങ്കിൽ പുത്രിക ക്രോമസോമുകൾ, പുത്രിക ന്യൂക്ലിയസ് ആണെങ്കിൽ ടിലോഫേസ്. ഇനി നമ്മൾക്ക് മെറ്റാഫേസ് ആണെങ്കിൽ എന്തിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്? ക്രൊമാറ്റിഡ്. അപ്പൊ ക്രൊമാറ്റിഡിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നു. ക്രൊമാറ്റിഡ്. ഈ മെറ്റ എന്ന് പറയുമ്പോൾ ഒരു ഇറ്റ ഉണ്ടല്ലോ, ക്രൊമാറ്റിഡിനകത്ത് ഒരു ഇറ്റ ഉണ്ട്. ഇത് രണ്ടുകൂടെ കണക്ട് ചെയ്യണം. ക്രൊമാറ്റിഡുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത് ഫേസ് ആണ് മെറ്റാഫേസ്. രണ്ടാമത്തെ ഫേസ് ആണ് മെറ്റാഫേസ്. അവിടെ ക്രൊമാറ്റിഡുകൾ രൂപപ്പെടുന്നു. എന്താണ്? ക്രൊമാറ്റിഡുകൾ രൂപപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് ഫസ്റ്റ് ഫേസ് ആണ് പ്രൊഫേസ്. പ്രൊഫേസിനകത്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇതൊരു ന്യൂക്ലിയസ് ആണ്. അപ്പൊ ആ ന്യൂക്ലിയസിനകത്ത് മർമ്മകം ഇവിടെ കാണിച്ചിരിക്കുന്നു. ക്രൊമാറ്റിൻ ജാലിക ഇവിടെ കാണുന്നുണ്ടല്ലോ, ജാലം പോലെ ഇങ്ങനെ കിടക്കുന്നത്. ഈ ക്രൊമാറ്റിൻ ജാലിക ഫസ്റ്റ് ഫേസിൽ തന്നെ എന്തായിട്ട് മാറുന്നുണ്ട്? ഇവിടെ വെച്ചിട്ട് ക്രോമസോം എന്ന് പറയുന്ന ഫോമിലേക്ക് വരുന്നുണ്ട്. ക്രോമസോം ആദ്യമേ തന്നെ ഡബിളിംഗ് ആകുന്നുണ്ട്. അതായത് ജനിതക വസ്തു ഫസ്റ്റ് ഫേസിൽ തന്നെ വെച്ചിട്ട് തന്നെ ഇരട്ടിക്കുന്നുണ്ട്. അപ്പൊ ക്രോമസോം ഇരട്ടിച്ച അവസ്ഥയിലാണ് നമ്മൾക്ക് ഇവിടെ കാണപ്പെടാൻ പറ്റുന്നത് പ്രൊഫേസ്. ഇനി അവിടെ എന്തും നമ്മൾക്ക് കാണപ്പെടുന്നുണ്ട്? കീല തന്തുക്കളും കാണപ്പെടാൻ പറ്റുന്നുണ്ട്. സെൻട്രിയോളുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പഠിക്കാം. ഇതാണ് ഫസ്റ്റ് ഫേസ്. ക്രൊമാറ്റിൻ ജാലിക, മർമ്മകം, ന്യൂക്ലിയസ് ഇവയെല്ലാം നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി തൊട്ടടുത്ത് അവിടെ വെച്ച് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ക്രൊമാറ്റിൻ ജാലികയെ നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. ആ ജാലിക എന്തായിട്ട് മാറുന്നു? ക്രോമസോം എന്ന് പറയുന്ന ഫോമിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ പ്രൊഫേസിന്റെ ആരംഭത്തിൽ ക്രൊമാറ്റിൻ ജാലിക, മർമ്മകം, ന്യൂക്ലിയസ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആ ഫസ്റ്റ് ഫേസിൽ തന്നെ അത് എന്തായിട്ട് മാറുന്നു? ക്രോമസോം ആയിട്ട് മാറുന്നു. സെക്കൻഡ് ഫേസിൽ ഈ കീല തന്തുക്കളിൽ നിന്ന് എന്ത് രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ക്രോമസോം എന്തായിട്ട് മാറുന്നു? ക്രൊമാറ്റിഡ് ആയിട്ട് മാറുന്നു. എന്താണ്? ഈ നമ്മളിവിടെ മുമ്പേ ക്രോമസോം എന്ന് പറഞ്ഞ ഈ ജോഡി ഉണ്ടല്ലോ, കാണിച്ചു തരാം. ഈ നീല കളറും റെഡ് കളറും കാണുന്നില്ലേ? അത് ക്രോമസോം ആണല്ലോ. ആ ക്രോമസോം എന്തായിട്ട് മാറുന്നു? ക്രൊമാറ്റിഡ് ആയിട്ട് മാറുന്നു. എന്താണ്? ക്രോമസോം ക്രൊമാറ്റിഡ്, കുറച്ചുകൂടെ കട്ടിയുള്ള ആ ഒരു പോർഷനിലേക്ക് മാറുന്നു. ക്രൊമാറ്റിഡ് ആയിട്ട് മാറുന്നു. അത് മെറ്റാഫേസ്. അപ്പൊ ക്രൊമാറ്റിഡ് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റാഫേസ്. ക്രോമസോം ഇരട്ടിച്ച അവസ്ഥയിലാവുന്നു, അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലികയിൽ നിന്ന് ക്രോമസോം ആകുന്നു പ്രൊഫേസ്. ഇച്ചിരി നല്ല ടൈറ്റ് കണ്ടന്റ് ആണ്.
ഇതെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ പഠിക്കണം നന്നായിട്ട് കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് 4 ഫേസസ് ഉണ്ട്. പ്രൊഫേസ് ഉണ്ട്, പിന്നെ മെറ്റാഫേസ് ഉണ്ട്, അനാഫേസ് ഉണ്ട്, ടിലോഫേസ് ഉണ്ട്. ഈ ടിലോഫേസ് പറയുന്ന സമയത്ത് നമ്മൾക്ക് എന്തുണ്ട്? പുത്രിക, അതായത് നമ്മൾക്ക് ഫസ്റ്റ് ഫേസ്, ഇതെന്തിന്റെ കാര്യം നമ്മൾ പഠിക്കുന്നത്? ന്യൂക്ലിയസിനെ ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയസിൽ നിന്ന് എത്ര ന്യൂക്ലിയസ് ഉണ്ടാവണം? 2 ന്യൂക്ലിയസിലേക്ക് നമുക്ക് പോരണം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്തായിട്ട് വരണം? ഇവിടെ നമ്മൾക്ക് ടിലോഫേസിൽ പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാവുന്നുണ്ട്. അടുത്ത ഫേസിൽ എന്താണ്? പുത്രിക ക്രോമസോം ആണ്. പുത്രിക ക്രോമസോമുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ മെറ്റാഫേസിൽ എന്തുണ്ടാവുന്നുണ്ട്? ക്രൊമാറ്റിഡ് ആവുന്നുണ്ട്. ക്രൊമാറ്റിഡ്. ഇവിടെ ഈ ഫസ്റ്റ് ഫേസിൽ എന്തുണ്ടാവുന്നുണ്ട്? ക്രോമസോം ഇരട്ടിക്കുന്നു. ക്രോമസോം ഞാൻ പറയട്ടെ. അതായത് ക്രോമസോം, അതായത് ക്രൊമാറ്റിൻ ജാലികയിൽ നിന്ന് എന്ത് ഫോമിലേക്ക് നമ്മൾക്ക് വരുന്നു? ക്രോമസോമിലേക്ക് വരുന്നു. എന്താണ്? ക്രൊമാറ്റിൻ ജാലികയിൽ നിന്ന് ക്രോമസോമിലേക്ക് വരുന്നു. എഗെയിൻ ക്രൊമാറ്റിഡ് ആവുന്നു. ദെൻ പുതിയ എന്തുണ്ടാവുന്നുണ്ട്? ക്രോമസോം ഉണ്ടാവുന്നുണ്ട്. പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. അപ്പൊ മൂന്നാമത്തെ ഫേസിൽ പുത്രിക ക്രോമസോം, 4ാമത്തെ ഫേസിൽ പുത്രിക ന്യൂക്ലിയസ്. അപ്പൊ ഈ 4 കണ്ടന്റ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. അതായത് ക്രോമസോം ഇരട്ടിച്ച അവസ്ഥ ഉണ്ടാവുന്നത് പ്രൊഫേസിലാണ്. മെറ്റാഫേസിൽ ക്രൊമാറ്റിഡ് രൂപപ്പെടുന്നു. അനാഫേസിൽ പുത്രിക ക്രോമസോമുകൾ ഉണ്ടാവുന്നു. ടെലോഫേസിൽ പുത്രിക ന്യൂക്ലിയസ്. അപ്പൊ പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാവുന്ന ഫേസ് ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ടിലോഫേസ്. പുത്രിക ക്രോമസോമുകൾ ഉണ്ടാവുന്നു എവിടെ? അനാഫേസ്. ക്രൊമാറ്റിഡുകളുടെ ഫോർമേഷൻ മെറ്റാഫേസ്. ഇനി ക്രോമസോം ഇരട്ടിച്ച അവസ്ഥയിൽ ഉണ്ടാവുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്ത് വേണം പറയാൻ വേണ്ടിയിട്ട്? പ്രൊഫേസ്. ഒന്നാമത്തെ ഫേസ് പ്രൊഫേസ്, രണ്ടാമത്തത് മെറ്റാഫേസ്, മൂന്നാമത്തത് അനാഫേസ്, ടിലോഫേസ്. ടിലോഫേസ് അവസാനമാണ്. അവിടെയാണ് ഈ ന്യൂക്ലിയസ് നിന്ന് പുതിയ പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാവുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് അത് റിവൈസ് ചെയ്ത് പഠിച്ചോണേ. ഇനി നമുക്ക് സസ്യങ്ങളിലും ജന്തുക്കളിലും ഈ ന്യൂക്ലിയസിന്റെ വിഭജനമൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷെ സെൻട്രസോം എവിടെ ഇല്ല? സസ്യകോശങ്ങളിൽ ഇല്ലാത്ത ഒരു കോശാംഗമാണ് സെൻട്രസോം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾക്ക് സെൻട്രിയോളുകൾ ഇല്ലാതെ ആണ് കീലതന്തുക്കൾ രൂപം കൊള്ളുന്നത്. അപ്പൊ ഇവിടെ എന്തും ഉണ്ടാവുന്നില്ല? സസ്യകോശത്തില് സെൻട്രിയോളുകൾ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കീലതന്തുക്കളൊന്നും രൂപം കൊള്ളുന്നു. സെൻട്രിയോളുകളൊന്നും അവിടെ ഇല്ല. ഇനി നമ്മളിപ്പം ന്യൂക്ലിയസിന്റെ ഡിവിഷൻ ആണല്ലോ പഠിച്ചത്. അപ്പൊ വിഭജന ഘട്ടം നമ്മൾ പഠിച്ചപ്പം ന്യൂക്ലിയസിന്റെ വിഭജനവും നമ്മൾ കണ്ടു, കോശദ്രവ്യത്തിന്റെ വിഭജനവും കണ്ടു. അപ്പൊ ഫസ്റ്റ് ഫേസ് കാരിയോകൈനറ്റിക്സ് എന്ന് നമ്മൾ പഠിച്ചു. അതിനെയാണ് 4 ഫേസ് ആയിട്ട് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? അപ്പം അതുകൂടാതെ നമ്മൾക്ക് ഇനി കോശദ്രവ്യം കൂടെ വിഭജിച്ചെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് സെൽ ഡിവിഷൻ പൂർത്തിയാവത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ കോശ വിഭജനം പൂർത്തിയാകുന്ന ആ ഒരു പ്രക്രിയ, അല്ലെങ്കിൽ കോശദ്രവ്യത്തിനെ വിഭജിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് സൈറ്റോകൈനസിസ്. ഇനി ന്യൂക്ലിയസിന്റെ വിഭജന ഘട്ടം ജന്തുകോശങ്ങളിലായാലും സസ്യകോശങ്ങളിലാണെങ്കിലും സമാനമാണ്. എന്നാൽ ജന്തുകോശങ്ങളിലെയും സസ്യകോശങ്ങളിലെയും ഈ സൈറ്റോപ്ലാസം സമാനമല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് കുറച്ച് ഡിഫറൻസ്, 2 രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾക്ക് പുത്രിക കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട് ജന്തുകോശങ്ങളിൽ. അതുപോലെ തന്നെ സസ്യകോശത്തിലും പുത്രിക കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. അതെന്താണെന്നുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പൊ നമ്മളിപ്പം കാരിയോകൈനസിസ് 4 ഫേസ് ആയിട്ടെന്നൊക്കെ പറഞ്ഞില്ലേ? ടിലോഫേസ്, അനാഫേസ്, മെറ്റാഫേസ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ സൈറ്റോകൈനസിസിനകത്ത് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടല്ലോ. പ്ലാസ്മ മെംബ്രെയിൻ കോശത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഉൾവലിയുന്നു. അപ്പൊ അതിനെ ഫോം ചെയ്തിട്ടാണ് എന്ത് ഫോമിലേക്ക് വരുന്നത്? ഔട്ട്പുട്ട് ആയിട്ട് പുത്രിക കോശങ്ങളായിട്ട് വരുന്നത്. മനസ്സിലായോ? ജസ്റ്റ് പ്ലാസ്മ സ്തരം കോശത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഉൾവലിഞ്ഞിട്ട് പുത്രികാകോശം. ഇതാണ് സൈറ്റോകൈനസിസിനകത്ത് നടക്കുന്ന ജന്തുകോശങ്ങളിൽ. പക്ഷേ സസ്യകോശത്തിലാണെങ്കിൽ പുത്രിക ന്യൂക്ലിയസുകൾക്കിടയിൽ, അപ്പൊ ആ ന്യൂക്ലിയസ് നമ്മൾക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഫേസിനകത്ത് പുത്രിക ന്യൂക്ലിയസ് ഉണ്ടായി നമ്മൾ കണ്ടു. ആ പുത്രിക ന്യൂക്ലിയസുകൾക്കിടയിൽ ഒരു സ്ഥരസഞ്ചി രൂപപ്പെടും. ആ സ്ഥരസഞ്ചികൾ ചേർന്ന് ഒരു കോശത്തിന്റെ ഫലകം രൂപപ്പെടുന്നുണ്ട്. ഒരു പാലം പോലെ ഇങ്ങനെ ഒരു ഫലകം രൂപപ്പെടുന്നുണ്ട്. ഇനി ഈ കോശഫലകം ഇരുവശത്തേക്കും വളർന്ന് പ്ലാസ്മ സ്തരവുമായിട്ട് ചേരുന്നു. അപ്പം മറ്റേതിനകത്ത് ഡയറക്റ്റ് പ്ലാസ്മ സ്തരം എന്ത് ചെയ്യുമായിരുന്നു? ജന്തുകോശങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് മധ്യഭാഗത്തായിട്ട് ഉൾവലിഞ്ഞു. പക്ഷേ സസ്യങ്ങളുടെ കാര്യം വരുമ്പോൾ നമ്മൾക്ക് അഡീഷണലി അവിടെ ഒരു കോശഫലകം രൂപപ്പെടുന്നുണ്ട്. എന്താണ്?
ചെറു സ്ഥരസഞ്ചികളൊക്കെ നമ്മളിപ്പോൾ ഗ്രാനയും ഒക്കെ പഠിച്ചപ്പോൾ പിന്നെ ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഗ്രാനയും ഒക്കെ സ്ട്രോമയൊക്കെ പഠിച്ചിട്ടില്ല. അപ്പം അതുപോലെ ഇവിടെ ചെറു സ്ഥരസഞ്ചികൾ സസ്യങ്ങൾക്കകത്ത് രൂപപ്പെടുന്നുണ്ട്. അപ്പം അതിനെ ഒരു കോശക ബലകമായിട്ട് ഇടയിൽ രൂപപ്പെട്ടിട്ട് ആ കോശബലകം രണ്ട് സൈഡിലേക്ക് മാറി പ്ലാസ്മ സ്ഥലവുമായിട്ട് ചേരുമ്പോഴാണ് ഇവിടെ പുത്രികാ കോശങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ന്യൂക്ലിയസിന്റെ ഡിവിഷനും സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷനും പറയുന്നത്. ന്യൂക്ലിയസിന്റെ ഡിവിഷൻ സസ്യങ്ങൾക്കകത്തും ജന്തുക്കൾക്കകത്തും ഓൾമോസ്റ്റ് സെയിം ആണ്. സെൻട്രസോം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാലൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ വരുമ്പോൾ സസ്യകോശവും ജന്തുകോശവും രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. പ്ലാസ്മ സ്ഥലം ഉൾവലിഞ്ഞു പുതുതായിട്ട് ഒരു പുത്രികാകോശം ഉണ്ടാകുകയാണ് എങ്കിൽ അതിന് പറയുന്ന പേര് എന്തുവാണ്? ജന്തുക്കളിലാണ്. അതേസമയം കോശബലകം മൂലമാണ് ഒരു പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാസ്മ സ്ഥലത്തിലേക്ക് വരുന്നത് എങ്കിൽ അത് എവിടെ ആയിരിക്കും നടക്കുന്നത്? സസ്യകോശങ്ങളിലായിരിക്കും നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൈറ്റോസിസ് അഥവാ ക്രമഭംഗം എന്ന് പറഞ്ഞത്. അപ്പൊ ന്യൂക്ലിയസിനകത്ത് 4 ഫേസസ് വഴിയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഏറ്റവും ലാസ്റ്റത്തെ ഫേസിലാണ് പുത്രികാ ന്യൂക്ലിയസ് ഉണ്ടാവുന്നത്. ആ പുത്രികാ ന്യൂക്ലിയസിന് ശേഷം ആ ന്യൂക്ലിയസ് ആണ് എഗെയിൻ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ സെൽ ഡിവിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. നന്നായിട്ട് റിവൈസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പം ശരി, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ. താങ്ക് യു.